Hi, hello, welcome to a new episode of Roots of Facts. നമ്മൾ മനുഷ്യര് വേറൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണല്ലേ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ആകട്ടെ, മലയാളം ആകട്ടെ, ഹിന്ദി ആകട്ടെ, അത് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ആ ഇ അല്ലെങ്കിൽ ABCD അല്ലെങ്കിൽ ഹിന്ദിയിലെ ലെറ്റേഴ്സ്, ഈ എല്ലാം നമ്മൾ ലെറ്റേഴ്സ് പഠിച്ച് അത് വായിക്കാൻ പഠിച്ച് അത് എഴുതാൻ പഠിച്ച് ലെറ്റേഴ്സ് കൂട്ടി വാക്കുകളാക്കി, പിന്നെ സെന്റൻസ്, പിന്നെയാണ് പാരഗ്രാഫ്സ്, പിന്നെയാണ് വലിയ സ്റ്റോറീസും എസ്സേസും എല്ലാം നമ്മൾ വായിക്കാനും എഴുതാനും എല്ലാം പഠിക്കുന്നത്. ബട്ട് എന്തുകൊണ്ട് മെഷീനോട് ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്ന ഒറ്റ ലാംഗ്വേജ് ആയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നേരെ ഒരു എസ്സേ ലെവലിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോട്ട് പോകുന്നു? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയല്ലേ അത്? സോ ലെറ്റ്സ് റിനോവേറ്റ് ലേണിംഗ്. Roots of facts. Know what you learn. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ബേസിക് സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സ്ക്രാച്ച് എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ 21st സെഞ്ച്വറിയിൽ നമ്മുടെ കുട്ടികൾ സ്കൂൾ ലൈഫൊക്കെ തീർത്ത് അവരൊരു ജോബ് ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോൾ ഹ്യൂമൻ എഫേർട്സിനെക്കാളും കൂടുതൽ ജോബ് ഏരിയാസിലുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും. സോ ഇന്നത്തെ കുട്ടികൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു നോളജ് തന്നെയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നോളജ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തോട് ഇന്റർഫിയർ ചെയ്യാനുള്ള നോളജ് എന്ന് പറയുന്നത്. സോ ആ ബേസിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല സോഴ്സ് ആണ് ഈ സ്ക്രാച്ച് എന്ന് പറയുന്നത്. ഈ സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ കണ്ട C, ജാവ, HTML എന്നുള്ളതൊക്കെ നമ്മൾ ബൈഹാർട്ട് ആക്കി, ലൈക്ക് കോഡുകൾ എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് ബൈഹാർട്ട് ആക്കി പഠിച്ച് നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സ്ക്രാച്ചിൽ നമ്മുടെ എല്ലാ കോഡുകളും നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. നമ്മൾ കോഡ് ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ടും അതിന്റെ കൂടെ കാണാൻ പറ്റും. ലൈക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്ക്രാച്ചിന്റെ വേർഷനായ സ്ക്രാച്ച് 3.0 ആണ്. ഓക്കെ, ഒരു ബേസിക് ആനിമേഷൻ തൊട്ട് ഒരു ഗെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് തൊട്ട് ഒരു ഹാർഡ്വെയർ പാർട്ട് ലൈക്ക് ഒരു റോബോട്ടിനെ നമ്മുടെ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ബേസിക് പ്രോഗ്രാം വെച്ച് എങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും എന്ന് വരെയുള്ള ലെവൽ വരെ നമ്മുടെ റൂട്ട്സ് ഓഫ് ഫാക്ട്സിന്റെ ഈ സ്ക്രാച്ചിന്റെ സെഷൻസിൽ ഉണ്ട്. ഓക്കെ, സോ ഇന്ന് നമുക്ക് നമ്മുടെ ബേസിക് ലെവലായ ഇങ്ങനെ സ്ക്രാച്ച് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഇന്റർഫേസ് ഒക്കെ ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ബേസിക് ആനിമേഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സ്ക്രാച്ച് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ പോവുക. ഓക്കെ, സെർച്ച് എഞ്ചിനിൽ പോയിട്ട് സെർച്ച് ഫോർ സ്ക്രാച്ച് 3.0 ഡൗൺലോഡ്. ഓക്കെ, അതില് സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ സെലക്ട് ചെയ്യാം. ഓക്കെ, സ്ക്രാച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, സ്ക്രാച്ച് ഓൺലൈൻ എഡിറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എല്ലാ സോഫ്റ്റ്വെയർസും ചെയ്യണ പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, സ്ക്രാച്ച് ഓൺലൈൻ എഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ക്ലൗഡിൽ പോയിട്ട്, ലൈക്ക് അവരുടെ ക്ലൗഡ് ഇന്റർഫേസിൽ നമ്മളൊരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യണ പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യണ പോലെ
നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അവരുടെ ആ ഒരു ഇന്റർഫേസിൽ നമ്മൾ നമ്മുടെ ഗെയിംസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യും, അവിടെ തന്നെ സേവ് ചെയ്യും. ഓക്കെ, ഓൺലൈൻ എഡിറ്ററിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിംസ് അല്ലെങ്കിൽ നമ്മുടെ ആനിമേഷൻസ് നമുക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേൾഡിനോട് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതാണ് ഓൺലൈൻ എഡിറ്ററിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഫോർ ലേണിംഗ് പർപ്പസ് ഐ വിൽ പ്രിഫർ ഓഫ്ലൈൻ എഡിറ്റർ. നമ്മുടെ ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിൻഡോസിൽ പറ്റും, നമ്മുടെ മാക്കിൽ പറ്റും, നമ്മുടെ ക്രോം OS പറ്റും, ഈവൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും പറ്റും. ഓക്കെ, അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് സെലക്ട് ആയിട്ടുണ്ടാവും. സ്ക്രോൾ ഡൗൺ ആൻഡ് ഗോ ടു ഡയറക്റ്റ് ഡൗൺലോഡ്. ഓക്കെ, ഡയറക്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ലാപ്ടോപ്പില് സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് ഐ എം നോട്ട് ഡൗൺലോഡിങ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, സോ എൻ്റെ അടുത്ത് ഓൾറെഡി സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഞാൻ സ്ക്രാച്ച് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ സ്ക്രാച്ച് ഇന്റർഫേസ്. സി, വളരെ കളർഫുൾ ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇന്റർഫേസ് ആണല്ലോ നമ്മുടെ സ്ക്രാച്ചിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും. ലൈക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് വൈറ്റ് കോഡുകള്, അതിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പൂച്ചേനെ. ഓക്കെ, സ്ക്രാച്ചിന്റെ ലോഗോ ആണ് ഈ കാറ്റ്. ഓക്കെ, മനുഷ്യരോട് നന്നായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ആനിമൽ ആണല്ലേ കാറ്റ് എന്ന് പറഞ്ഞ. അതുപോലെ തന്നെയാണ് ഈ സ്ക്രാച്ച് എന്ന് പറയുന്നതും. നമ്മളോട് നന്നായിട്ട് ഇണങ്ങി ചേരും, നമ്മൾ നന്നായിട്ട് ഇണങ്ങി ചേരും. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ സ്ക്രാച്ചിന്റെ ഇന്റർഫേസ് എന്താണ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷനിൽ തന്നെ, ഓൾമോസ്റ്റ് ഓൾ ഫോറിൻ കൺട്രീസിലും ഈ സ്ക്രാച്ച് കുട്ടികളെല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ലെഫ്റ്റ് കോർണറിലായിട്ട്, ടോപ്പ് കോർണറിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാൻ പറ്റും. ഓക്കെ, സി, ഇത്രയും ലാംഗ്വേജസിൽ നമുക്ക് ഈ സ്ക്രാച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ലാംഗ്വേജസിൽ ഈ സ്ക്രാച്ചിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോ അറബിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഐ എം സെലക്ടിങ് മൈ ലാംഗ്വേജസ് അറബിക്. സി, എന്റെ ഹോൾ ഇന്റർഫേസ് അറബിക്കിലോട്ട് കൺവേർട്ട് ആയി. ഓക്കെ, ആ ഇന്റർഫേസ് അറബിക് സ്റ്റൈലിലായി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്ന്. ഓക്കെ, ഐ എം കൺവേർട്ടിങ് ഇറ്റ് ബാക്ക് ടു ഇംഗ്ലീഷ്. ഹോപ്പ്ഫുള്ളി നമ്മള് ഈ സ്ക്രാച്ച് ഒക്കെ യൂസ് ചെയ്ത് ഇതിന്റെ അടുത്ത വേർഷൻ വരുമ്പോ നമ്മുടെ മലയാളം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഓക്കെ, സോ അതാണ് ലാംഗ്വേജസിന്റെ കാര്യം എന്ന് പറഞ്ഞ. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫയൽ ഉണ്ട്, എഡിറ്റ് ഉണ്ട്. നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഫയലിൽ പോയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഫയലിൽ പോയിട്ട് സേവ് ടു യുവർ കമ്പ്യൂട്ടർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പ്രൊജക്ട് എടുക്കാം. ഇത് എല്ലാ ഇതിലും ഉള്ളതുപോലെ. അതല്ലാണ്ട് സ്ക്രാച്ച് ഇന്റർഫേസിൽ നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്നതാണ് കോഡ്, കോസ്റ്റ്യൂംസ്, സൗണ്ട്സ്. ഓക്കെ, അങ്ങനെ 3 ടാബുകൾ നമുക്കുണ്ട്. കോഡ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്, കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്, സൗണ്ട്സ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. കോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വേണ്ട എല്ലാ കോഡുകളും ഉള്ള ടാബാണ് കോഡ് എന്ന് പറഞ്ഞ ടാബ്. ഓക്കെ, കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ ടാബ് നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പൂച്ചയാണ് അല്ലെ. സോ ഈ പൂച്ചേനെ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബാണ് കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ ടാബ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൗണ്ട്സ് എന്ന് പറഞ്ഞ ടാബ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് നമുക്ക് കൊടുക്കേണ്ട സൗണ്ട് എഫക്ട്സ്, ആ സൗണ്ട് എഫക്ട്സിന്റെ ഫ്രീക്വൻസി കൂട്ടാനും കുറയ്ക്കാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ടാബാണ് സൗണ്ട്സ് എന്ന് പറഞ്ഞ ടാബ്. ഒരുപാട് സൗണ്ട് എഫക്ട്സ് ഉണ്ട്, നമുക്ക് അടിപൊളി ഗെയിംസ്, ആനിമേഷൻസ് ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ കോഡിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ ഈ കോഡാണ്. ഓക്കെ,
അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കളർ പാലറ്റ് കാണാൻ പറ്റും അല്ലേ? അതില് മൊത്തം 9 കളേഴ്സ് ഉണ്ട്. ഓക്കെ, കളർ പാലറ്റിൽ 9 കളേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നോക്കി, മോഷൻ, ലുക്സ്, സൗണ്ട്, ഈവൻസ്, കൺട്രോൾ, സെൻസിങ്, ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, മൈ ബ്ലോക്സ്. ഓക്കെ, ഈ പാലറ്റ്, ഈ കളേഴ്സ് എന്ന് പറയുന്നത് ഓരോ കളറിനെയും പറയുന്നതാണ് ബ്ലോക്ക്. ഓക്കെ, ഈ ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലും ഇതൊരു ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ പേരാണ് മോഷൻ ബ്ലോക്ക്. ഈ മോഷൻ ബ്ലോക്കിന്റെ ഉള്ളില് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോഡുകളുണ്ട്. ഓക്കെ, ലൈക്ക് ഒരു പാക്കറ്റിനകത്ത് കുറെ കോഡുകളുള്ള പോലെ, കുറെ സാധനങ്ങൾ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് പോലെ ഇവിടെ മോഷൻ എന്ന് പറയുന്ന ബ്ലോക്കിന്റെ ഉള്ളില് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോഡുകൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലും അതിന്റെ കറസ്പോണ്ടിങ് കോഡുകളുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പറയണം, നമ്മൾ ഒന്നും ഇവിടെ ടൈപ്പ് ചെയ്യണ്ട. ലൈക്ക് സി, നമ്മുടെ കീബോർഡ് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. ഇറ്റ് ഇസ് സിംപ്ലി മൗസിന്റെ കളിയാണ്. നമ്മൾ വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അത്രേ ഉള്ളൂ സ്ക്രാച്ചില്. ഓക്കെ, എങ്ങനെയാണ് കോഡുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോഷനിൽ പോവുക, ക്ലിക്ക്, ഡ്രാഗ്, ഡ്രോപ്പ്. ഓക്കെ, ക്ലിക്ക്, ഡ്രാഗ്, ഡ്രോപ്പ്. ഓക്കെ, ഈ കോഡുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജിക്സോ പസിൽ അല്ലേ, നമ്മള് കളിക്കാനുള്ള ജിക്സോ പസിലിന്റെ ഒരു മോഡലാണല്ലേ ഈ കോഡുകൾ എന്ന് പറഞ്ഞ. അതാണ് സ്ക്രാച്ചിന്റെ വേറൊരു പ്രത്യേകത. എററുകൾ ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ, ഈ കോഡുകളെല്ലാം ജിക്സോ പസിൽ പോലെയാണ്. ഓക്കെ, ഈ കോഡുകള് ജിക്സോ പസിൽ പോലെ ഒരെണ്ണത്തിന് മാച്ച് ചെയ്താൽ മാത്രമാണ് അത് കണക്ട് ആവുള്ളൂ. അത് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തമ്മിൽ എറർ ഇല്ല. ലൈക്ക് ദേ ആർ കണക്റ്റഡ്, ഇറ്റ് ഈസ് റൈറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, സ്ക്രാച്ചില് നമ്മള് നമ്മുടെ കോഡുകളെ പറയാൻ പോകുന്നത് സ്ക്രിപ്റ്റ് എന്നാണ്. ഓക്കെ, ഈ സ്ക്രിപ്റ്റുകള് അറേഞ്ച് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകള് നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ അത് പ്രോസസ് ആകുന്ന കാണുന്ന ഏരിയ ആണ് ഈ റൈറ്റ് സൈഡിലുള്ള ഏരിയ. ഈ ഏരിയനെ പറയുന്നതാണ് സ്റ്റേജ്. ഓക്കെ, പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യും, ഇവിടെ നമ്മൾ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് താഴെ ഒരു സ്പ്രൈറ്റ് എന്നും പറഞ്ഞ് സ്പ്രൈറ്റ് 1 എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്യാരക്ടേഴ്സിന് നമ്മൾ സ്ക്രാച്ചിൽ പറയുന്നതാണ് സ്പ്രൈറ്റ് എന്ന്. ഓക്കെ, സോ നമ്മുടെ സ്പ്രൈറ്റുകൾ ഇവിടെ പ്രസന്റ് ആയിരിക്കും. നമുക്ക് ഇനിയും വേറെ സ്പ്രൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഐക്കണാണ് ഈ തൊട്ട് താഴെയുള്ള ഐക്കൺ എന്ന് പറഞ്ഞത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ക്യാരക്ടേഴ്സും അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു ബോളിനെയാണ് ക്ലിക്ക് ചെയ്യണേ, നോക്കിക്കോ. ഓക്കെ, സോ അതിനെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്റെ ബോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ വന്നു. അതുപോലെ തന്നെ അത് എന്റെ സ്റ്റേജിലും പ്രസന്റ് ആയി. ഇനി എനിക്കപ്പോ ഞാൻ വിചാരിക്കുകയാണ് എന്റെ ഈ ഒരു ആനിമേഷനിൽ എനിക്ക് ഈ പൂച്ചനെ വേണ്ട. ഓക്കെ, സോ ജസ്റ്റ് പ്രസ് ഡിലീറ്റ് ഐക്കൺ. ഓക്കെ, സോ പൂച്ച പോയി. ഓക്കെ, അതാണ് അപ്പൊ സ്പ്രൈറ്റിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ആണ് ഇതെന്ന് പറഞ്ഞ സ്പ്രൈറ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ തൊട്ടിപ്പുറത്ത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബാക്ക്ഡ്രോപ്പ് ഏരിയ. നമ്മുടെ ഗെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗെയിമിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആനിമേഷൻ കാണാൻ വേണ്ടി കുറച്ച് ഭംഗിയൊക്കെ വേണം അല്ലെ. സോ നമുക്ക് വേണ്ട ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി, ഒരു ബാക്ക്ഡ്രോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐക്കണാണ് ഈ ബാക്ക്ഡ്രോപ്പ് ഐക്കൺ. ഓക്കെ, ഞാനിപ്പോ ബോൾ അല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഐ ആം സെലക്ടിങ് ബാസ്കറ്റ് ബോൾ 1. ഓക്കെ, സോ എനിക്കിവിടെ ബോളും വന്നു, ബാസ്കറ്റും വന്നു, ബാസ്കറ്റ് ബോൾ കോർട്ടും വന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു ബേസിക് ആനിമേഷൻ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ബോൾ ഉണ്ടല്ലേ, ഈ ബോളിനെ നമുക്ക് മൂവ് ചെയ്യണം.
ഓക്കെ, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ പോവുക. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, എനിക്ക് ഇതിനെ മൂവ് ചെയ്യണം. അപ്പൊ മൂവിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാ? മോഷൻ ബ്ലോക്ക്. മോഷൻ ബ്ലോക്കിൽ പോയിട്ട് മൂവ് 10 steps എന്ന് പറയാണ്. ഓക്കെ, എനിക്ക് കുറച്ചധികം അതിനെ മൂവ് ചെയ്യണം. അപ്പൊ ഞാൻ ആ 10 എന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്യുക. സോ അത് സെലക്ട് ആവും. ഇൻ യുവർ കീബോർഡ് പ്രസ് ബാക്ക് സ്പേസ് കീ and type 20. Okay, press green flag and see if it is working. Okay, press green flag, see it is moving. Okay, ഇനി ഞാൻ പറയാണ്, നീ 20 സ്റ്റെപ്പ് മൂവ് ചെയ്തിട്ട് നീ ഇതിന്റെ കളർ ഒന്ന് മാറ്റിക്കേ എന്ന് പറയാണ്. ഓക്കെ, സോ അതിന്റെ കളർ മാറ്റണം എന്ന് വെച്ചാൽ അതിന്റെ കളർ മാറ്റുമ്പോൾ അതിന്റെ ലുക്ക് മാറ്റണം. സോ മോഷന് തൊട്ട് താഴെ ലുക്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ക്ലിക്ക് ഓൺ ദാറ്റ്. ലുക്സിൽ പോകുമ്പോൾ നമുക്ക് പല പല കോഡുകൾ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അതിനകത്ത് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂം എന്താണെന്നൊന്ന് കാണണം അല്ലേ? സോ ഗോ ടു കോസ്റ്റ്യൂംസ്. നമ്മുടെ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ ടാബ് കാണുമ്പോൾ സി ഈ യെല്ലോ കളർ ബോളിന് പോലെ പല പല കളർ ബോളുകളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ഈ യെല്ലോ കളർ ബോൾ മാറിയിട്ട് ബ്ലൂ കളർ ആവും. പിന്നെയും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത കളർ ആവും. അങ്ങനെ ഇത് കളർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, whenever we are pressing green flag it will change its color. നമുക്ക് നോക്കാം അങ്ങനെയാണോ വർക്ക് ആവണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുൻപ് ഈ നമ്മളെ ബോളിനോട് പറയാണ് 20 സ്റ്റെപ്പ് നീങ്ങ് അടുത്ത ക്വസ്റ്റ്യൻ വാ എന്ന് പറയുമ്പോൾ അതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബോളിന് കൺഫ്യൂഷനോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നീ 20 സ്റ്റെപ്പ് നീ മൂവ് ചെയ്യ്, എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തേ, എന്നിട്ട് നിന്റെ കളർ മാറ്റ് എന്ന് പറയുമ്പോൾ അതിന് ചെയ്യാൻ ഒരു എളുപ്പമുണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്ത് കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടും കുറച്ചു നേരം അവനൊരു സമയം കൊടുക്കാം. ഓക്കെ, കുറച്ച് വെയിറ്റ് സെക്കൻഡ് കൊടുക്കാം. അതിനൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക നമ്മൾ കൊടുത്ത കമാൻഡിനെ. അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊടുക്കണ എങ്ങനെയാണ്? ഗോ ടു കൺട്രോൾ ബട്ടൺ. ഓക്കെ, ആൻഡ് ഗിവ് എ വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, ഞാൻ ഇതിനെ വെയിറ്റ് ഫോർ 1 second എന്ന് പറയാണ്. ഓക്കെ, ഓക്കെ, ഞാൻ അതിനെ ബാക്ക് സ്പേസ് അടിച്ചു, ഞാൻ 2 seconds ആക്കി. ഓക്കെ, ഇനി നമ്മുടെ ഈ കോഡ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഒരു സിമ്പിൾ കോഡ് എങ്ങനെയാ വർക്ക് ആവണേന്ന് നോക്കാം. എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഞാൻ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നീ 20 സ്റ്റെപ്പ് നീങ്ങിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നിന്റെ അടുത്ത കളർ ഒന്ന് കാണിച്ചേ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആ ബോളിന് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഐ എം ഗോയിങ് ടു പ്രസ് ദ ഗ്രീൻ ഫ്ലാഗ്. സി, അത് മൂവ് ചെയ്തു, 2 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തു, അതിന്റെ കളർ മാറ്റി. ഒന്നുകൂടി ഒന്ന് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്തു, അതിന്റെ കളർ മാറ്റി. സോ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു ബേസിക് ആനിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ളത്. ഇനി കമ്മിങ് സെഷൻസിൽ നമ്മൾ കൂടുതൽ ബ്ലോക്സും കൂടുതൽ ലോജിക്സും കൂടുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഡീപ്പർ ആയിട്ട് പോയിട്ട് നമ്മള് ഈ ഒരു ബേസിക് ലെവലിൽ നിന്ന് ഏറ്റവും ഹയർ ലെവലിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്ലീസ് ഗിവ് എ തംസ് അപ്പ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഇൻബോക്സ് മീ, ക്ലാരിഫൈ ചെയ്തിട്ട് ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ, സോ ദാറ്റ് നമുക്ക് ഒരു ലാഗും ഇല്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വി ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രൈഡേയിലെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.